നമസ്കാരം. സഭയിൽ ഭരണപക്ഷത്തെ കടന്നാക്രമിച്ച് എൽദോസ് കുന്നപ്പള്ളി MLA. ഭരണപക്ഷത്തെ മന്ത്രിമാരെല്ലാം രാജിവെച്ചു പോകണമെന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളി ഭരണപക്ഷത്തെ നേരിട്ടത്. വനമന്ത്രി AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ താൻ രാജിവെച്ചാൽ വനം വകുപ്പ് നന്നാകുമോ എന്നൊരു ചോദ്യം ഉയർത്തുകയുണ്ടായി. ഇതിന് മറുപടി എന്നോണം എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞത് വനം മന്ത്രി മാത്രം രാജിവെച്ചാൽ പോരാ, മുഴുവൻ മന്ത്രിമാരും രാജിവെച്ചാലേ ഈ കേരള നാട് നന്നാകൂ എന്നാണ്. എന്തായാലും ഭരണപക്ഷത്തെ അടിച്ചിരുത്തുന്ന കുന്നപ്പള്ളിയുടെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക്. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അലഭ്യ ലഭ്യ സ്ത്രീ എന്നൊരു പ്രയോഗം നടത്തിയുണ്ടായി. സാറ്, യഥാർത്ഥത്തിൽ ഈ വകുപ്പിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ അലഭ്യ ലഭ്യ സ്ത്രീ വകുപ്പ് എന്ന് പറയാൻ പറ്റും. കാരണം പത്രത്തിലുണ്ട്, പാത്രത്തിലില്ല എന്നുള്ളതാണ് ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ. സാർ, ഞാൻ 2010-15 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. 2011 മുതൽ 16 വരെ അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറ്, അതുപോലെ തന്നെ ജില്ലയുടെ ചാർജുള്ള ശ്രീ K. ബാബു മന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി ഇവിടെയുണ്ട്. അന്നൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പഞ്ചായത്തിൽ പോകുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനത്തിൽ പോകുന്നത് എന്തിനാണ്? ജനനവും മരണവും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രമല്ലാതെ മറ്റൊരു കാര്യത്തിനും പോകുന്നില്ല. സർ, പഞ്ചായത്തുകളുടെ റോഡുകളെല്ലാം മോശപ്പെട്ട അവസ്ഥയിലാണ്. മെമ്പർമാരെല്ലാം വിളിക്കുന്ന MLA-മാരെയാണ്. MLA-മാരെ ആസ്തി വികസന ഫണ്ട് പഞ്ചായത്തുകൾക്ക് റോഡ് പണിയാൻ കൊടുക്കരുത് എന്ന പുതിയ നിയമം വന്നു. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. മാർച്ച് 31 അർദ്ധരാത്രി വരെ ട്രഷറി പ്രവർത്തിക്കുമായിരുന്നു. ഞാൻ ഏപ്രിൽ 1 പോലും ചെക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഇല്ലെൻ്റെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സാർ, അങ്ങനെ കൂടുതൽ ഫണ്ട് ചിലവഴിക്കപ്പെടാൻ പറ്റുമായിരുന്നു. ചിലവഴിക്കാത്ത ഫണ്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷം ചിലവഴിക്കാമായിരുന്നു. പുതിയ വർഷത്തെ ഫണ്ട് കൂടുതലായി കിട്ടുമായിരുന്നു. സാർ, അതെല്ലാം ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ പറയുന്നത് എന്താ, അതെല്ലാം എൻ്റെ പഴയ കാലം, എൻ്റെ രാജേഷേ എന്നുള്ളതാണ് പഞ്ചായത്തിലെ മെമ്പർമാരെല്ലാം പറയുന്നത്. സാറ്, പക്ഷെ നിങ്ങൾ എല്ലാത്തിനും മീനി നടിക്കുന്നു. അത് കൊട്ട് ചെണ്ടയ്ക്കും കാശ് മാരാർക്കും എന്ന് പറയുന്ന പോലെയാണ് പഞ്ചായത്തുകളുടെ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവസ്ഥ. എല്ലാം പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തം പറയുന്നത്. നിങ്ങൾ കോവിഡ് കാലഘട്ടത്തിൽ എത്രയോ ഓർഡറുകൾ ഇറക്കി, അന്ന് പറഞ്ഞ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എല്ലാം നടത്താം. കോവിഡ് കാലഘട്ടത്തിൽ ചെയ്തതെല്ലാം പഞ്ചായത്ത്, അതിൻ്റെ ഫണ്ട് കൊടുത്തില്ല, അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ അടിച്ചു മാറ്റിയെടുത്തു. അപ്പോൾ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൈയൊഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ സംസ്ഥാന ഗവൺമെൻറ്റിലുള്ളത്. സാർ, അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, ലൈഫ് ഭവന പദ്ധതി പണം കൊടുക്കാതെ നിങ്ങൾ അതിൻ്റെ മേനിയെല്ലാം അടിച്ചെടുക്കുന്നു. സാർ, എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഒരു മുദ്രാവാക്യമുണ്ട്, കാലച്ച കേൾക്കവേ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ പാർട്ടി മുതലാളിമാരായി സുഖലോലവരായി മാറി എന്നുള്ളത് സത്യം നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ്. സാറ്, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇന്നലെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ, ഞാൻ രാജിവെച്ചാൽ വനം വകുപ്പ് നന്നാകുമോ എന്നുള്ളതാണ് വനം വകുപ്പ് മന്ത്രി പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു, സാറേ, നിങ്ങളെല്ലാം രാജിവെച്ച് കഴിഞ്ഞാൽ ഈ കേരളം രക്ഷപ്പെടുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതിന് കിട്ടിയ അംഗീകാരമാണ് നിങ്ങളുടെ ഈ വർഷത്തെ വോട്ട്. അതൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാറേ, ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുകയില്ല. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കഴിയുമെങ്കിലും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സമയത്തിൻ്റെ പരിമിതിയുണ്ട്.